ഭാര്യയുടെ അനിയനാണ് വിനോദ്. അയ്യോ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. പാതിരാത്രി 12 മണിക്ക് നിന്റെ അനിയനെ കാണാൻ വേണ്ടി ഞാൻ പുറപ്പെടുക. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലോട്ട്. അനന്ത, വണ്ടി എടുക്കും. സാർ, എന്താടാ ഇതൊക്കെ? ഞാനൊന്നും അറിഞ്ഞതല്ല. വണ്ടി കിട്ടാതായപ്പോ ഒരു ലിഫ്റ്റിന് വേണ്ടി കൈ കാണിച്ചതാ. 11 ലക്ഷത്തിന്റെ കുഴപ്പവും കൊണ്ട് ഈ മഹാഭാവി വരുന്നെന്ന് ഞാൻ അറിഞ്ഞു. ഇനി ഇതുപോലെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. അവന്റെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. ആലോചിച്ചപ്പോ എല്ലാവരും പറയുന്നത് ശരിയാ. എനിക്കൊരു ഗുരുവിന്റെ കുറവ്. ഇവിടെ ആവുമ്പോ കണ്ടുപിടിക്കാൻ ഒരാളുണ്ടല്ലോ. അതായത് വേണ്ടളി, എനിക്ക് കാണണ്ട. കാണണം, കണ്ടു പഠിക്കണം. ഇനി എത്ര കാലം എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ അളിയന്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് ഇവിടുന്ന് പോകുള്ളൂ അളിയൻ. എന്റെ മനസ്സമാനം മുഴുവൻ പോയി. വേണ്ട, ഞാൻ ആ ടൈപ്പ് അല്ല. എന്റെ അടുത്ത് നമ്പറൊന്നും തുറക്കണ്ട, ഞാൻ ആ ടൈപ്പ് അല്ല. ഒന്നും മനസ്സിലാവുന്നില്ലോടെ. പറഞ്ഞുതരാം. ജീവിതം ചാരമാവാൻ തോന്നുമ്പോ ആരും അങ്ങനെ ആയി. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ആളാ വിജയൻ സാർ. ഒരു മോള് ഡോക്ടറാക്കണം, മറ്റവളെ എഞ്ചിനീയറാക്കണം. ഒന്നും നടന്നില്ല. ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങൾ വേറെ ഉണ്ട്. കണ്ണ മനസ്സകന്നു നടന്നു മറക്കാൻ നിനക്ക് പറ്റും. എനിക്ക് ഇങ്ങനെ ഒരു അനിയൻ വേണ്ട. ആരും വേണം, ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുകയില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. ഇത് അനുപമയ്ക്കുള്ളതാണ്. എന്താ ഇത്? എഞ്ചിനീയർ ആവണ്ടേ നമുക്ക്? അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചില്ല. എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും. താൻ ആണാണെങ്കിൽ തടയണം. ബോർഡർ കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ് സങ്കരഭാഷ. വിസ്തീർണം 62.84 സ്ക്വയർ കിലോമീറ്റേഴ്സ്. ജനസംഖ്യ 16,000. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 250 പെറ്റി കേസുകൾ. സൂക്ഷിക്കണം സാർ, ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും. അവനുണ്ടല്ലോ ആ പരമശിവം, വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല. വല്ലവരും പറയുന്ന കേട്ടല്ലാണ്ട് തനിക്കെന്തറിയാണോ വാളയാറിനെ പറ്റി? സാറ് പറയും പോലെ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്ക് ഉണ്ടാകുമായിരുന്നല്ലോ. എടാ ചിന്നടാ, വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല. നിന്നിവിടെ തിരിച്ചെത്തിക്കാം. ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞു പോലീസുകാരെ ഞാൻ റെഡിയാക്കി. എന്താണ് കാലാപ്പാനി? ചിന്നാടന്റെ കാലാപ്പാനി. ഈ കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെ. നിന്റെ നിയമത്തിന് അവരൊരു ചുക്കും ചെത്താറില്ല. ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ നിയമം. ഒന്നുകിൽ താൻ ഒരു പൊറുക്കൻ, അല്ലെങ്കിൽ ഗുണ്ട, അതുമല്ലെങ്കിൽ താൻ ആരാ? അവർ ഭയങ്കരമായ ആളാണ്. അവർക്കിട്ട് മോതാതെ ഉയർ കിടച്ചതേ പുണ്യടാ. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഈ സാധാരണക്കാരാണ് ഇവന്റെ പടയാളി. കേരളത്തിലെ ഏറ്റവും വലിയ ഫോഴ്സ് ആണ് ഇവർ. അവരേതോ തപ്പ് സെഞ്ചിന് കടവൾ കൊടുത്തിടും. വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ടാന്നാ പറഞ്ഞത്. ഇതെന്താ പാറ്റിട്ടാക്കോ? എവിടെ?